ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള പാൻ കൽത്തപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാൻ കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുതിർത്തിയ പച്ചരിയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് പച്ചരി 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. തലേ ദിവസം തന്നെ കുതിർത്തിയിട്ട് നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വെള്ളമെല്ലാം വാർത്തതിന് ശേഷം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/4 കപ്പ് ചോറും അതുപോലെ തന്നെ 1/4 കപ്പ് ചെറിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഓട്ടടയുടെ മാവിൻ്റെ ആ ഒരു പാകമാണ് വേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കൽത്തപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാൻ കൽത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ദോശച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സവാള കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കളർ മാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലൂടെ നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കനത്തിൽ വേണം മാവ് ഒഴിക്കാൻ. അപ്പോൾ ഞാനിതിൽ ഒരു 3 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് കൽത്തപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനൊരു 3 തവി മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് സവാള കട്ട് ചെയ്തത് കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റിന് ശേഷം മൂടി തുറക്കുമ്പോൾ കൽത്തപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാനാണ്. നമ്മൾ അടിയിലിട്ടിട്ടുണ്ടായിരുന്ന സവാളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ആ പെരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ ഒരു മണമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സൈഡും കൂടി ഒരു 3-4 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അത്രയും സമയം വെച്ചതിന് ശേഷം നമുക്ക് കൽത്തപ്പം പാനിൽ നിന്ന് മാറ്റാം. അതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് പാനിൽ നിന്ന് മാറ്റുന്നത്. നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും അപ്പം ചുട്ടെടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 3 കൽത്തപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കനത്തിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതുകൊണ്ട് 3 കൽത്തപ്പാണ് ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്കൊരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ളൊരു അളവ് ഉണ്ടാവും ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടും കൽത്തപ്പം ചുട്ടെടുക്കാം. പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മുകളിലൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. രാവിലെ എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല മുളകിട്ട മീൻ കറിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി എല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.